ഹായ് ഓൾ, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ നീ ആർത്രോപ്ലാസ്റ്റിയെ പറ്റി കേട്ടിട്ടില്ലേ? നമ്മുടെ മുട്ടുസന്ധിയിൽ പ്രധാനമായിട്ടും 3 അസ്ഥികളാണ് ചേരുന്നത്. തുടയല്, ഫീമർ, കാലിലെ പ്രധാനപ്പെട്ട എല്ല് ടിബിയ, പിന്നെ മുട്ടുചിരട്ട എന്ന് പറയുന്ന പറ്റല്ല. ഇവയ്ക്കിടയിലുള്ള തരുണാസ്ഥി തേഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് വേദനയും നടക്കാൻ പ്രയാസവും അനുഭവപ്പെടുന്നത്. അങ്ങനെ ഈ തേയ്മാനം വന്നതോ കേടുപാടുകൾ സംഭവിച്ചോ ആയ മുട്ടിലെ ഈ സന്ധി മാറ്റി പകരം കൃത്രിമ സന്ധി വെച്ചുപിടിപ്പിക്കുന്ന ഒരു സർജറിയാണിത്. ഈ സർജറിക്ക് മുൻപും പിൻപുമുള്ള, അതായത് പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ സുഖം പ്രാപിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ റിക്കവറിയെ വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. സർജറിക്ക് മുമ്പ് പേശികളെ ബലപ്പെടുത്തുന്നത് സർജറിക്ക് ശേഷം വേഗത്തിൽ നടക്കാനായിട്ട് സഹായിക്കുന്നു. മെൻ്റൽ റെഡിനെസ്, അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചെയ്യേണ്ട വ്യായാമങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പരിശീലിക്കുന്നത് രോഗിക്ക് നല്ലൊരു ആത്മവിശ്വാസം കൊടുക്കും. കൂടാതെ വേദന കുറയ്ക്കാനും കാലിലുണ്ടാകുന്ന നീര് കുറയ്ക്കാനും ഒക്കെ ഇത് പല എക്സർസൈസും ഉണ്ട്. അതായത് ഒന്നാമത്തെ ക്വാഡ്രിസെപ്സ് സെറ്റ്സ് അല്ലെ ക്വാഡ് സെറ്റ്സ് എന്ന് പറയും, പിന്നെ സ്ട്രെയിറ്റ് ലെഗ് റേസ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വാഡ് സെറ്റ്സ് എന്ന് പറയുന്നത്, അത് ചെയ്യാനായിട്ട് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നമുക്കൊന്നും കൂടി നോക്കാം എന്താണ് ഇവിടെ ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മൾ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കാലുകൾ ഇങ്ങനെ നീട്ടിയാണ് ഇരിക്കുന്നത്. മുട്ടിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ടവല് ചുരുട്ടിയതോ അല്ലെങ്കിൽ ചെറിയൊരു കുഷനോ എന്തെങ്കിലും വെക്കുക. പേശികൾ മുറുക്കുകയാണ്. കാല് മടക്കാതെ മുട്ടിൻ്റെ പിൻഭാഗം ആ ടവലിലോ അല്ലെങ്കിൽ ആ കുഷനിലോ അമർത്തുവാണ്. അപ്പോൾ നമ്മുടെ ഈ ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മസിൽ മുറുകുന്നത് നമുക്ക് കാണാം. തൊട്ട് നോക്കാവുന്നതാണ്. ഇനി അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. ശേഷം റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഈ എക്സർസൈസ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കാലിലെ വീക്കം കുറയ്ക്കാനും പിന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലിന് ഭാരം താങ്ങാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഇത് പഠിക്കുന്നത്. നെക്സ്റ്റ് എക്സർസൈസ് SLR, സ്ട്രെയിറ്റ് ലെഗ് റേസ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി തറയിലോ കട്ടിലോ മലർന്ന് കിടക്കുകയാണ്. ഏത് കാലിലാണോ നമ്മൾ സർജറി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാല് നേരെ നിവർത്തി വെക്കുക. മറ്റേ നമ്മുടെ ആരോഗ്യമുള്ള കാല് മുട്ടുമടക്കി പാദം തറയിൽ ഉറപ്പിച്ച് വെക്കുക. ഇത് നമുക്ക് കൂടുതൽ ബാലൻസ് നൽകും. ഇനി നമ്മൾ പേശികൾ മുറുക്കുക. അതായത് വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞ ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മസിൽ ഉണ്ടല്ലോ, തുടയിലെ പേശി, അതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം കാൽമുട്ട് മടക്കാതെ വളരെ സാവധാനം കാല് തറയിൽ നിന്നൊരു 10 to 12 ഇഞ്ച് ഉയരത്തിലേക്ക് പൊക്കുക. ഇനി ആ അവസ്ഥയിൽ തന്നെ പിടിച്ചു വെക്കുക. ഒരു 5 സെക്കൻഡ്സ് പിടിച്ചു വെക്കാൻ നോക്കുക. എന്നിട്ട് പതുക്കെ കാല് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഗ്ലൂട്ട് സെറ്റ്സ് അല്ലെങ്കിൽ ഗ്ലൂട്ടിയൽ സ്ക്വീസ്. ഇതിനു വേണ്ടി ഗ്ലൂട്ടിയൽ മസിൽസ് ടൈറ്റായിട്ട് പിടിക്കുക. ഇമാജിൻ ചെയ്യുക ഒരു കോയിൻ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ശേഷം റിലാക്സ് ചെയ്യുക. 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത എക്സർസൈസാണ് ഹീൽ സ്ലൈഡ്സ്. മുട്ടുമടക്കാനുള്ള ശേഷി അല്ലെങ്കിൽ റേഞ്ച് ഓഫ് മോഷൻ നിലനിർത്താനാണ് ഇത് സഹായിക്കുന്നത്. തറയിൽ കിടന്നുകൊണ്ട് നമ്മൾ ആംഗിൾ തറയിൽ കൂടി പതുക്കെ ശരീരത്തിൻ്റെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കുക. മുട്ടിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ ഈ എക്സർസൈസ് സഹായിക്കും. കൂടാതെ വോക്കർ ട്രെയിനിങ്, ബ്രീത്തിങ് എക്സർസൈസ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്.